1956 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ രൂപം കൊണ്ടതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പഴയ ട്രാവൻകൂർ കൊച്ചിൻ സർവീസ് കമ്മീഷന്റെ ഒരു എക്സ്റ്റൻഷൻ അഥവാ സംസ്ഥാന രൂപം. പ്രധാന ചുമതല എന്താണ്? സംസ്ഥാനത്തിനാവശ്യമായ തസ്തികകളിലേക്ക് ടെസ്റ്റും അഭിമുഖവും നടത്തി ആൾക്കാരെ തിരഞ്ഞെടുക്കുക. മാനദണ്ഡം യോഗ്യത, സംവരണം. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ PSC ചെയർമാൻ എന്താണ് ചെയ്തത്? ഈ വാർത്ത എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്ന് അന്വേഷണം നടന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു ലേഖകനെ കുറിച്ച് പോലീസിൽ പരാതി നൽകുന്നു. അത് കഴിഞ്ഞ് ലേഖകനെതിരെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാധീനിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ലേഖകനെ വിളിച്ചിരുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. പക്ഷെ ലേഖകൻ ഒരു ഒന്നാന്തരം ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അനിരു അശോക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സോഴ്സ് വെളിപ്പെടുത്താനാവില്ല, ഉത്തമ വിശ്വാസത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നു. കുറച്ചു മുമ്പ് ഞാൻ അതേ ലേഖകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത്. ഇന്ന് അതേ PSCക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതെവിടെ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ ഈ MR ബൈജു അടക്കമുള്ളവർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അവിടെയും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. PSC ആണ് പ്രതി PSC. അപ്പോൾ ഇത് മറ്റൊരു പ്രഹസനമാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഈ MR ബൈജു എന്ന ചെയർമാനും ഇതിൽ അനധികൃതമായി അവിഹിത ഇടപെടൽ നടത്തിയ അംഗങ്ങളും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വരുമോ? അന്വേഷണ പരിധിയിൽ വരുമോ? അതോ അതിനും ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകേണ്ടി വരുമോ? 2 വളരെ വിചിത്രം എന്ന് പറഞ്ഞാൽ പോരാ, ക്രിമിനൽ സ്വഭാവത്തിന്റെ അങ്ങേയത്തല കാണിക്കുന്ന അതിന്റെ വിശദാംശങ്ങൾ ലൈസൻ പറയും. 54 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തുകയോ മാർക്ക് ഇടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ വിവാദമായ ആസൂത്രണ ബോർഡ് നിയമനത്തിലെ പ്രധാന ആരോപണം. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അത് CPMന്റെ നോമിനിയായ ഉദ്യോഗാർത്ഥിക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പോയ അത്രയും ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം ഒഴിവാക്കുകയും അയാളെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള തട്ടിപ്പായിരുന്നു നടന്നതെന്നാണ്. അതിനാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് തടി തപ്പാൻ ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം കൂടി എൻ്റെ പാനലിസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി ആക്ടിവിസ്റ്റുകളോടാണ്. വിമാനം പിടിച്ചും ട്രെയിൻ പിടിച്ചും മേക്കപ്പുകാരെയും കൊണ്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ചെന്നിറങ്ങി അവിടെ കോപ്രായം കാണിച്ചു കൂട്ടിയവരാരും നമ്മുടെ മുറ്റത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികൾ, പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ളവർ സമരം ചെയ്തതും മുട്ടിലിഴഞ്ഞതും മണ്ണ് വാരിത്തുന്നതും കണ്ടില്ലേ? ഏറ്റവും ഒടുവിൽ കുറെ കുട്ടികൾ, സഖാവ് V ശിവൻകുട്ടിയുടെ വിഖ്യാത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ജയിച്ചു വന്ന, വിമാനം കയറി പുറത്തേക്ക് പോകാതെ ഇവിടെ പഠിച്ചവർ, അവർ ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് നിയമനം കാത്തിരിക്കുന്നു. അവരുടെ ആവശ്യം എന്താണെന്ന് രഞ്ജിത്ത് പറയും. പക്ഷെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: ഏത് കൊലകൊമ്പനെയും താഴെ എത്തിക്കാൻ കഴിയും എന്ന് തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് അഴിമതി കാണിച്ചു കൂട്ടി, ഒരുപാട് പേരെ തിരികെ കയറ്റി, ഭാര്യമാരെയും മക്കളെയും മരുമക്കളെയും ബന്ധുക്കളെയും അടക്കം PSCയെ നോക്കുകുത്തിയാക്കി. താൽക്കാലിക നിയമനത്തിന് പോലും ഉണ്ട് മാനദണ്ഡങ്ങൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ളത്. അവ പാലിച്ചിട്ടില്ല. സ്വജന പക്ഷപാതം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞു പോകും, ചിലർക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വെറും പാർട്ടി സർവീസ് കമ്മീഷനായി മാറിയോ എന്നാണ് റൈറ്റ് സൈഡ് ചോദിക്കുന്നത്. ഈ മര്യാദയ്ക്ക് പഠിച്ച് ടെസ്റ്റ് എഴുതി അഭിമുഖം നേരിട്ടവരെ എന്നെങ്കിലും പരിഗണിക്കുമോ? യോഗ്യതയ്ക്ക് എന്നെങ്കിലും ഇവിടെ അർഹതയുണ്ടാകുമോ? സ്ഥാനമുണ്ടോ?